കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു. സംഘർഷഭരിതമായിരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, വിശ്വാസ ജീവിതത്തിന്റെ പാതയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഭാരങ്ങളും പ്രയാസങ്ങളും ഇടർച്ചകളും ഒക്കെ കടന്നു വരുന്ന ആ സന്ദർഭങ്ങളിൽ 121 സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായമോ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരും. വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഞാൻ നിനക്ക് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വിടുവിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനമാണ് നമ്മെ ദൈനംദിനം ബലപ്പെടുത്തുകയും അത് നമ്മെ ശക്തീകരിക്കുകയും അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യശകലമാണ്. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ വായിച്ചതായിരിക്കുന്ന വേദഭാഗത്ത് നിന്നും കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന വിഷയങ്ങൾ ഒരു വിശ്വാസിക്ക് നിലനിൽക്കാൻ ആവശ്യമായ പര്യാപ്തമായ വിശ്വാസ ജീവിതത്തെയും പ്രാർത്ഥന അനുഭവങ്ങളെയും ആത്മീയ ചൈതന്യത്തെയും ആത്മാവിൽ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ദൈവ കൃപയുടെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ഒരു ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ ദൈവം വിളിച്ച് വർദ്ധിരിക്കുമ്പോൾ, ആക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ, ദൈവം ആക്കുന്നതായിരിക്കുന്ന ഇടത്ത് ചില നന്മകളും അനുഗ്രഹങ്ങളും കൊയ്തെടുക്കുവാൻ ദൈവം തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ആ തെരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കിക്കൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് ക്ഷമയോടെ പോകുമ്പോഴാണ് അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സഹിഷ്ണുതയോടും ക്ഷമയോടും ഗിദെയോൻ ആ യുദ്ധക്കളത്തിൽ കയ്യിൽ കാഹളം പിടിച്ചുകൊണ്ട്, പന്തം തെളിയിച്ചുകൊണ്ട്, യഹോവയുടെ നാമമെന്ന് പറഞ്ഞുകൊണ്ട് യഹോവയുടെ നാമത്തെ ആർത്ത് വിളിച്ചപ്പോൾ ശത്രു ഭയപ്പെട്ട് അതൊക്കെയും പിന്മാറുവാൻ ഇടയായിത്തീർന്നു. അത് ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ്. ക്ഷമയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവികമായ പ്രവൃത്തിയുടെ അനുഭവങ്ങളെയും ദൈവപ്രവൃത്തിയുടെ അനുഗ്രഹങ്ങളെയും കണ്ട് സന്തോഷിപ്പാൻ ഇടയായിത്തീരും. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിളി തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കിയതായ ദൈവദാസന്മാർക്ക് പലപ്പോഴും പ്രതികൂലങ്ങൾ ഉണ്ടാകും. പ്രതികൂല കാറ്റുകളാണ് ഉണ്ടാകുക. ഈ പ്രതികൂല കാറ്റുകൾ കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ ഒരു വിശ്വാസത്താൽ ജീവിക്കുന്ന ദൈവദാസൻ, ദൈവമക്കൾ, ബിസിനസ്സുകാരാകട്ടെ, ജോലിക്കാരാകട്ടെ, ഏത് മേഖലയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവർക്കും എതിർപ്പുകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ, സാമൂഹിക പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ പ്രവർത്തന ജീവിത മണ്ഡലങ്ങളെ ഇല്ലായ്മപ്പെടുത്തുവാൻ, അതിനെ ഏതു വിധത്തിലും തകർത്ത് കളയുവാൻ ശത്രുവായിരിക്കുന്നവൻ പല വിധത്തിലുള്ളതായ തന്ത്രങ്ങളുമായി, പല വിധത്തിലുള്ളതായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മെ അമർത്തിക്കളയാം, നമ്മളെ ഇരുത്തിക്കളയാം, വളർച്ചയിൽ മുരടിപ്പിക്കുവാൻ, ആ വളർച്ചയെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയാത്ത വിധത്തിൽ എന്നേക്കും ഇല്ലായ്മപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനാണ് ശത്രു ശ്രമിക്കുന്നത്. ആരോപണങ്ങൾക്ക് വിധേയപ്പെടാം, രോഗങ്ങളാൽ തളർത്തിക്കളയാം, മാനസികമായ വ്യതകൾ ഉണ്ടാക്കാം,
കടബാധ്യതകൾ ഉണ്ടാക്കാം. എല്ലാ വിധത്തിലും അത് തകർത്ത് കളയും വിധത്തിലുള്ള കാറ്റുകൾ നമുക്ക് പ്രതികൂലമായിട്ട് കടന്നു വരും. അതുകൊണ്ടാണ് ദൈവദാസനായിരിക്കുന്ന ഏലിയാവ് ഭയത്തോടും വിറയലോടും പാറയുടെ പിളർപ്പിൽ ചെന്ന് കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ തട്ടി ഉണർത്തി കഴിക്കുവാൻ ഭക്ഷണവും കുടിപ്പാൻ വെള്ളവും കൊടുത്തിട്ട് പറഞ്ഞു, നിനക്കൊരു യാത്രയുണ്ട്. നീ ഇവിടെ കിടക്കേണ്ടവൻ അല്ല, നീ ഇവിടെ ഉറങ്ങേണ്ടവൻ അല്ല, നീ ഇവിടെ ഭയന്നിരിക്കേണ്ടവനല്ല. നിനക്കൊരു വലിയ ശുശ്രൂഷ അവശേഷിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലാകട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, വിവിധ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലാകട്ടെ, തകർത്ത് കളയും വിധത്തിൽ കടന്നു വരുന്ന ശത്രുവിന്റെ പോരാട്ടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ കിടക്കേണ്ടവനല്ല, ശത്രുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയല്ല, അതിനെ പേടിച്ച് ജീവിച്ച് നടക്കേണ്ട അവസ്ഥയല്ല. എതിർപ്പുകൾ ഉണ്ടാകട്ടെ, അതിനെ മധ്യേ വഴി തുറക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അതിനെ മധ്യേ ദൈവത്തിന്റെ പ്രവൃത്തി എനിക്കുണ്ട്. അത് ശക്തവും യുക്തവുമായിട്ട് തിരിച്ചറിയുവാൻ കഴിയും വിധത്തിൽ ദൈവം നമുക്ക് കൃപകളെ നൽകും. അതിനെ പ്രാപിച്ചുകൊണ്ട് നാം മുന്നോട്ട് കടന്നു പോകുമ്പോൾ അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഒരു വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്ന വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞതായ ദൈവത്തിന്റെ മക്കൾ നിൽക്കേണ്ടത് ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ്. കാരണം വീഴാതിരിക്കുവാൻ വേണ്ടി. അപ്പൊ അതിന്റെ ആധാരമായിട്ട് 1-2 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സമയത്തിന്റെ പരിധികൾ കൊണ്ട് 1-2 വേദഭാഗങ്ങൾ പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കാം എന്നാഗ്രഹിക്കുകയാണ്. രക്ഷയുടെ പാറ, ആവർത്തനം 32:15, 2 ശമൂവേൽ 22:3. ഇവിടെ വായിക്കുന്നത് രക്ഷയുടെ പാറ, അതാണ് ഇവിടെ പറയുന്നത്. രക്ഷയുടെ പാറ. 2, കാലടികളെ ഉറപ്പിക്കുന്ന പാറ, സങ്കീർത്തനം 40:2. ഒരു വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി നിൽക്കേണ്ടത്, അത് ഉറപ്പിക്കേണ്ടത്, കാലടികളെ ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇടറിപ്പോകുന്ന അവസ്ഥയല്ല, പതറുന്ന അവസ്ഥയല്ല, കുഴഞ്ഞു പോകുന്ന അവസ്ഥയല്ല, വഴുക്കിൽ നിൽക്കുന്ന അവസ്ഥയല്ല, ഉറപ്പിൽ നിൽക്കണം. ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ ഉറപ്പിൽ നിൽക്കുന്നവരായിരിക്കണം ഒരു വിശ്വാസി, ഒരു ബിസിനസ്സുകാരൻ, ഒരു വിദ്യാമേഖലയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ. തകർത്ത് കളയും വിധത്തിൽ കടന്നു വരുന്ന എല്ലാ മേഖലകളിൽ നിന്നും വിജയിക്കുവാൻ അതെ ഉറപ്പുള്ള സ്ഥലത്ത് നിൽക്കണം. 3, ശാശ്വതമായ പാറ, എന്നേക്കുമുള്ള പാറ. അത് യെശയ്യാവിന്റെ 26:4-8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് സവിസ്തരമായി കാണാൻ കഴിയും. സമയം പോലെ നിങ്ങൾക്കത് വായിക്കാം, നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ശാശ്വതമായ പാറ. ഈ പാറ ക്രിസ്തു ആയിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവരെ അനുഗമിച്ച പാറ. അവിടെ വായിക്കുന്നത്, മോശ കുടിക്കുവാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി പാറയിൽ അടിച്ചപ്പോൾ ആ പാറ പിളർന്ന് അവർക്ക് ആവശ്യമായ ജലം ലഭിക്കപ്പെട്ടു. അവരതിൽ നിന്ന് കുടിച്ചു. റോമാലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നത്, അവരെ അനുഗമിച്ച പാറ ക്രിസ്തു ആയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആ പാറ ക്രിസ്തുവായിരുന്നു, ആ പാറ ക്രിസ്തു ആയിരുന്നു എന്നാണ്. അപ്പോൾ ക്രിസ്തുവാകുന്ന പാറയിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ, നിങ്ങൾ ശക്തിയോടെ നിന്നാൽ, ബലത്തോടെ നിന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളാണ്. കർത്താവിന് സ്തോത്രം. 1-2 വാക്യം കൂടെ അതിനോട് ചേർന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1, ഈ പാറയിൽ നിൽക്കണം, സങ്കീർത്തനം 40:2. ഈ പാറയിൽ വസിക്കണം, മത്തായി 7:24-25. ഈ പാറയിൽ നടക്കണം, സങ്കീർത്തനം 25:5. ഈ പാറയിൽ മറയണം, യെശയ്യാവ് 2:10. അപ്പോൾ ദൈവത്തിന്റെ പൈതൽ ക്ഷീണിതരായും ഭാരത്തിലും പ്രയാസങ്ങളിലും കടന്നു പോകുന്ന വേളകളിൽ
രോഗങ്ങളാൽ നമ്മെ തളർത്തുന്ന, മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, തളർച്ചയിൽ കൊണ്ടുവരുന്ന, ആത്മഹത്യപരമായ ചിന്തകൾ മനസ്സിൽ തോന്നിപ്പിക്കുന്ന, എല്ലാവരും ഒറ്റപ്പെട്ട അവസ്ഥയാൽ ജീവിക്കുന്ന, എല്ലാവരും വെറുക്കപ്പെട്ട അവസ്ഥയാൽ കഴിയുന്ന, എല്ലാവരും കുത്തുവാക്കുകൾ കൊണ്ട് നോവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മധ്യേ തളരാതെ നിൽക്കുവാൻ ആ പാറയിൽ നീ ഉറച്ചു നിൽക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. വീട് പോകരുത്, താണു പോകരുത്, നിങ്ങൾ ഉറച്ചു നിൽക്കണം. എന്നാൽ നിങ്ങൾക്ക് നന്മ പ്രാപിക്കാൻ കഴിയും. കഴിഞ്ഞകാല ഭക്തന്മാരൊക്കെയും ഉറച്ചു നിന്നതുകൊണ്ട്, വിശ്വാസത്തിൽ ജീവിച്ചതുകൊണ്ട് അവർ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്ന അബ്രഹാമിന് നന്മ പ്രാപിക്കാൻ ഇടയായി. വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുവാൻ ഇടയായി തീർന്നത് ഉറച്ചു നിന്നത് കൊണ്ടാണ്. ആ ഉറപ്പും ധൈര്യവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നേക്കും സ്വായത്തമാക്കിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. ദൈവവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി, നിരാശപ്പെടുന്നവർക്കായി, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലുമായി താമസിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, വിദ്യാഭ്യാസത്തിനായി വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവിധ ഇടങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് നിൽക്കുന്നവർ, ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങളുടെ വിവാഹം ആഗ്രഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. രോഗത്താൽ ഭാരത്തിൽ കിടക്കുന്ന കിടപ്പ് രോഗികളോ അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവകരം നീട്ടണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.